ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ശക്തമായ ഒരു സ്വരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വർഗീയത, ക്രോധം ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എനിക്കൊരു വേറെ രണ്ടഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾക്ക് ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നാള് ഈ കഴിഞ്ഞുപോയ ചില വിഷയങ്ങളിൽ, അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില വിഷയങ്ങളിൽ ഞാനൊരു എടുത്ത സ്റ്റാൻഡ് നിങ്ങൾക്കൊരു പ്രോ BJP ആയി കണ്ടു. ഞാൻ അങ്ങനെയല്ല കണ്ടത്. ഞാൻ പ്രോ ഗവൺമെന്റ്, പ്രോ ഇന്ത്യ ആയിട്ടാണ് കണ്ടത്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനല്ല ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ആഗ്രഹം. അത് ഞാൻ പുതിയ കാര്യമല്ല. എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽക്കേ ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. ശ്രീനാരായണ ഗുരു പറയില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതെന്റെ ഒരു പൂർണ്ണ ഒരു വിശ്വാസമാണ്. അത് 2009 മുതൽ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. അതും പുതിയതല്ല, തിരുവനന്തപുരംകാർക്ക് ഒരു കേട്ടതാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പാർട്ടിയുടെ ലൈനിനെ എതിരിക്കാൻ ഏത് പാർട്ടി അംഗത്തിനും അവകാശമില്ല. ഞാൻ സമ്മതിച്ചു. അത് പൂർണ്ണമായിട്ട് പാർലമെന്റ് അകത്ത് എന്തായാലും പാർട്ടി എടുത്ത സ്റ്റാൻഡിൽ എപ്പോഴും ഞാൻ പാർട്ടി അസംബ്ലിയിൽ അനുകൂലം നിന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചിന്തയും വേണ്ട.